വോട്ടില്ല വോട്ടില്ല, ആർക്കും ഇല്ല. ഇവിടെ റോഡില്ല. അസുഖം വന്നാലും കസേല ഇരുത്തി അപ്പുറത്ത് കൊണ്ടുപോകണം. അധികാരികളെ, ചോദ്യം നിങ്ങളോടാണ്. എന്നു തീരും ഞങ്ങളുടെ ഈ ദുരിതം? വോട്ടില്ല. കൊല്ലത്തെ മൺറോ തുരുത്തിലെ നാട്ടുകാർ, പട്ടംതുരുത്ത് വെസ്റ്റിലുള്ള. എന്താ ഇത്, ആരാ ബോർഡൊക്കെ വെച്ച്? എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അവർ വെച്ചതാ. ആണോ? ഭയങ്കര പ്രയാസമല്ലേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ? ഭയങ്കര പ്രയാസം ആണല്ലേ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കയറി വീടുകളും കടകളൊക്കെ ഇപ്പോൾ ഈ കൊല്ലം ഇതുവരെ വന്നില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ ഈ മിറ്റം നിറച്ച് വെള്ളമായിരുന്നു. ആണല്ലേ? ഈ കൊല്ലം ഇതുവരെ വന്നില്ല, വരാൻ സാധ്യതയുണ്ട്. നമസ്കാരം. എവിടെയാ പഠിക്കുന്നത്? ഇവിടെ എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട്? റെയിൽ കിടക്കണം, വഴിയാണ് പ്രശ്നം. ഇവിടെ ബോർഡ് കണ്ടു. പ്രശ്നം ഇവിടെ റോഡില്ല. അസുഖം വന്നാലും കസേല ഇരുത്തി അപ്പുറത്ത് കൊണ്ടുപോകണം. കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വന്ന് ഓട്ടോക്കാരെ വിളിച്ചപ്പോൾ അവരാരും വരത്തില്ല. അവർക്ക് വരാൻ ബുദ്ധിമുട്ട്. നമുക്ക് മെയിൻ റോഡാ. നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചാടെ? ഞങ്ങള് എല്ലാരും സപ്പോർട്ടാ അതിന്. ആ, തീർച്ചയായിട്ടും. വോട്ടില്ല. വോട്ടില്ല, ആർക്കും ഇല്ല. വോട്ടും ചോദിച്ചു വരണ്ട. വേണ്ട. അങ്ങനെയാ. നമുക്ക് റോഡ് വേണം. റോഡ് വന്നേ പറ്റൂ. ഈ വെള്ളം കയറുന്ന പ്രശ്നമുണ്ടോ? ഇപ്പൊ വെള്ളം ഉണ്ട്. അങ്ങോട്ടെല്ലാം വെള്ളം. അങ്ങോട്ട് പോവാം. പോവാം നമുക്ക്. നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം, മൊത്തം വെള്ളം കയറി ചളിയായി കിടക്കുകയാണ്. അതിന്റെ കാഴ്ച എല്ലാം വെള്ളവാ. ഈ സകല സ്ഥലത്തും വെള്ളവാ. അങ്ങോട്ട് പോയി നോക്കട്ടെ. എല്ലായിടും പോയി നോക്ക്. ഞങ്ങളെ ഇപ്പം 2 ദിവസത്തെ വെയിൽ കണ്ടുകൊണ്ടാണ് ഈ മിറ്റം ഇങ്ങനെ കിടക്കുന്നത്. മറ്റേ വെള്ളം കയറി ഈ പടിയാൾക്കാർ 4 വഴിക്കും വെള്ളം. വോട്ടില്ലേ പ്രാവശ്യം? ഇല്ല, ചെയ്യില്ല. എന്താ കാര്യം? ഇതൊക്കെ തന്നെ. ഇവിടെ വണ്ടി വരുന്നില്ല. റോഡ് പണിഞ്ഞിട്ടിട്ട് അവിടെ വണ്ടി വരാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല. ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി വരും. മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കുളമാവും. പിന്നെ വണ്ടി വരുന്നില്ല. ഇതൊക്കെ വെള്ളം കയറി പോയതാണ്. ഇതൊക്കെ ഇവിടം വരെയൊക്കെ വെള്ളം നിൽക്കുമോ? ഈ മൺറോത്തുരുത്തിലെ ആകെ സ്ഥലങ്ങളിൽ ഈ പ്രശ്നമില്ല. പട്ടംതുരുത്ത് മേഖലയിലാണ് ഇങ്ങനെ വെള്ളം കയറി വീടുകളും ആളുകളും ഒക്കെ പ്രയാസത്തിലുള്ളത്. ഇതിപ്പോൾ പ്രതിസന്ധി നേരിടുന്ന ആളുകളുടെ വീടാണ്. അപ്പുറത്തെ ഭാഗത്ത് കുറേ അധികം വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയി. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വീടിൻ്റെ അകത്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. തണുപ്പ് ഇടിഞ്ഞ തറയാ, അതുകൊണ്ടാണ് ഇത് ഷീറ്റ് ഇട്ടേക്കുന്നത്. കാലൊക്കെ അങ്ങ് താന്ന് പോയേക്കുക. ഈ മുറിക്കകത്ത് ഇത്രയും ഭാഗമേ ഉള്ളു സിമെന്റ് തറ, ബാക്കി മൊത്തം ഇടിഞ്ഞു കിടക്കുക. ഇടിഞ്ഞു കിടക്കുന്നുണ്ടാ ഈ കുഞ്ഞിന്റെ കട്ടിൽ മാത്രം ഇതിനകത്ത് ഇട്ട് വെച്ച് ഇതിനകത്ത് ഒരു പറഞ്ഞ പോലെ വലിയ കഷ്ടത്തിലാണ് ഇവിടെയുള്ള ആളുകൾ. മൺറോത്തുരുത്തിലെ ഈ മേഖലയിലെ ആളുകൾ ജീവിക്കുന്നത് വലിയ പ്രയാസമാണ്. ഈ പ്രയാസം നമ്മുടെ ഭരണാധികാരികൾ കാണണം. ഏറ്റവും ആദ്യം ഇവർക്ക് വേണ്ടത് ഒരു റോഡാണ്. ആർക്കെങ്കിലും അസുഖമായാൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം, സംവിധാനം ഇവിടെ ഇല്ല. രണ്ടാമത്തത്, ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിഗതി ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം അല്ലേ? ഇത് ഈ കട്ടയുടെ പുറത്തുനിന്നേ മണ്ണിടിഞ്ഞ് ഇങ്ങോട്ട് വീഴുന്നോണ്ടാണ്. സാരി നിൽക്കാനും ഒന്നും ഒക്കത്തില്ല, നമുക്കൊന്നും ഇരുന്ന് ചോറ് കഴിക്കാൻ ഒക്കത്തില്ല. അതിനു വേണ്ടിയായി സാരി ഇങ്ങനെ പിടിച്ച് ചുറ്റി വെച്ചേക്കുന്നത്. കുറച്ചെങ്കിലും പൈസ കയ്യിലുള്ള ആളുകൾ മറ്റിടത്ത് പോയി ഭൂമി വാങ്ങി വീടെടുത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായി അത്രയൊന്നും ഇല്ലാത്ത മനുഷ്യൻ ഇവിടെ തന്നെ ജീവിച്ച് പ്രയാസപ്പെടുകയാണ്. അവരുടെ പ്രയാസം കൂടി നമ്മുടെ ഭരണാധികാരികൾ കാണണം, അത് പരിഹരിക്കണം. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു. കൊല്ലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്.